നമസ്കാരം. സ്നേഹവാത്സല്യം തുളുമ്പുന്ന പാട്ടിന്റെ പൊൻകുരുന്നുകളുടെ സംഗീതവേദിയായ സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ബാക്കിൽ കുറെ നേരിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി വൈകിച്ച ഷാനിക്ക് എന്നെ ചിലപ്പോ തല്ലും. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഷാനിക, ഹരിചേട്ടൻ ആൻഡ് രമി ചേച്ചി. എന്താണ് ചേച്ചി തൂത്തുവാരിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നല്ലോ? ഇത് ഭയങ്കര ക്ലീശ ആയി പോയിട്ടോ ഈ ഒരു നമ്പർ. നമുക്ക് പുതിയത് എന്തെങ്കിലും പിടിക്കണമായിരുന്നു. അത് തന്നെ, എന്തെങ്കിലും ഞാൻ ഇവിടെ നിന്നാണ് അത് പ്രതീക്ഷിച്ചത്, പക്ഷേ വന്നത് എന്റെ വായനായി പോയി. ഞാൻ പുറകുന്ന ആവശ്യത്തിൽ കൂടുതൽ ഞാൻ കൊടുത്തു. എന്തൊരു ബഹളമാണ് ബാക്കില്. ഞാനൊന്ന് ഇൻട്രോ പറഞ്ഞ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല അല്ലെ? എത്ര നേരം ഇത് പരിപാടി തുടങ്ങുന്നു പറഞ്ഞിട്ട് നമ്മളവിടെ പുറകിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു കാര്യങ്ങൾക്കൊരു സ്പീഡ് വേണ്ടേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡ് അങ്ങ് തുടങ്ങി. തീർച്ചയായും. അപ്പോ ഇന്നത്തെ എപ്പിസോഡില് ആദ്യം നമ്മളൊരു സോളോ പെർഫോമൻസ് ആണ്. അപ്പോ അറിയാലോ, തീം പ്രണയം, വിരഹം എന്നൊക്കെ. പാച്ചുചേട്ടാ ഇവിടെ വന്ന് ഭയങ്കര പ്രണയ കഥകളൊക്കെ പറഞ്ഞു. പാച്ചുചേട്ടനും ഉണ്ണിച്ചേട്ടനും ഒക്കെ നിങ്ങളിരുന്ന് നിങ്ങളുടെ പ്രണയ കഥയൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രണയോ വിരഹോ എന്താന്ന് വെച്ചാൽ ഒരു തീമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നൂടെ? പ്രണയം തന്നെ ആയിക്കോട്ടെ, പ്രണയാവല്ലേ കുറച്ചുകൂടി ഭംഗി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രണയത്തിലേക്ക് പോവാം. താങ്ക് യു. ഷാനിക, ഏതാണ് സിനിമ, ഏതാണ് സിറ്റുവേഷൻ എന്നൊക്കെ മനസ്സിലായോ? ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു ക്ലാര വരുമ്പോഴുള്ള, ക്ലാരയെ കാണുമ്പോഴുള്ള ഒരു പീസാണ് ഇവർ വായിച്ചത്. അടിപൊളിയായിരുന്നു. നിങ്ങൾ രാവിലെ തന്നെ ആ മൂഡ് അങ്ങ് സെറ്റ് ചെയ്തതാണ്. അതെ, വിരഹം ഒന്ന് വായിക്കാത്ത നന്നായി. അതെ, അതിന്റെ ഇടയിൽ ഒരു വിരഹം പരിപാടി വരുന്നുണ്ട്, പക്ഷെ ഇതിന്റെ തിരിച്ച് ഇതിലേക്ക് വരുന്നുണ്ട്. അത് എന്താ അല്ലേ ജോൺസൺ മാഷ്. പാച്ചുചേട്ടാ, ഈ പാട്ടൊക്കെ ആയിരുന്നോ കേട്ടോണ്ടിരുന്നേ ആ ടൈമിൽ? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഇതേപോലത്തെ ഏതൊക്കെ പാട്ടായിരുന്നു? ഇത് മാത്രമേ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഓർക്കുമ്പോ ഏതെങ്കിലും? ആ സമയത്ത് മിന്നലെ ഫിലിം, മിന്നലെ തമിഴിലെ മിന്നലെ, വെൺമതി, വെൺമതി, അങ്ങനെയുള്ള ആ ഒരു ഇതായിരുന്നു. ഓക്കെ, പ്രശാന്തേട്ടനെ പറ്റി വരുമ്പോ ഉണ്ണിച്ചേട്ടനെ പറയാതിരിക്കാൻ പോകാൻ പറ്റില്ല. ഉണ്ണിച്ചേട്ടൻ എങ്ങനത്തെ പാട്ടുകളായിരുന്നു കേട്ടോണ്ടിരുന്നത്? ചേട്ടൻ രാക്ഷസി പോലത്തെ ഇതുപോലുള്ള ഗാനങ്ങളൊക്കെ തന്നെയാണ്. പ്രണയമാകുമ്പം അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മള്. ഇപ്പൊ ഒരു രണ്ടുപേര് ഗാനം പാടാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരുമോ? റെഡി, ഉണ്ണിച്ചേട്ടൻ റെഡി. നിങ്ങളെല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു രണ്ടുപേര് നിർബന്ധിക്കണം. പക്ഷെ നമുക്ക് ആർക്കും അല്ല ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, ഡെഡിക്കേഷൻ. അപ്പൊ പിന്നെ ഡെഡിക്കേഷൻ ആദ്യം പറയാം. അതെ, ഡെഡിക്കേഷൻ ആർക്കാ? വൈഫിന് വേണ്ടി. വൈഫിന്റെ പേരും കൂടെ പറയൂ. വിമല സാറ ഡാനിയൽ. ചേച്ചി കേട്ടോളൂ. ചേച്ചിക്ക് വേണ്ടി ഇതാ ഒരു പാട്ട്. ചേച്ചിയുടെ ഉണ്ണിച്ചേട്ടൻ. പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം, ഹൃദയ സങ്കീർത്തനങ്ങൾ ശ്രുതി പകർന്ന കാലം, അറിയാതെ നിന്നെ അറിയുമ്പോ അനുരാഗമെന്നും ഒഴിയുമ്പോ അകലങ്ങൾ പോലും അരികെ പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം.
സൂപ്പർ സൂപ്പർ സൂപ്പർ. ഉണ്ണിച്ചേട്ടാ താങ്ക് യു. സത്യം പറ, ഇത് പാടിയല്ലേ ലാസ്റ്റ് അത്രയും വർഷം കഴിഞ്ഞപ്പോ വീഴ്ത്തിയത്? സത്യം പറ. അങ്ങനെയൊന്നുമില്ല. സൂപ്പർ സൂപ്പർ ഉണ്ണിച്ചേട്ടാ. അപ്പൊ എന്തായാലും ഈ സന്തോഷത്തോടെ നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാം. നമ്മുടെ ധ്രുവ മോളാണ് പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ. നല്ല രസമുണ്ടായിരുന്നു റോസാപ്പൊക്കെ വെച്ച് നിക്കുന്നതാണ്. എന്ത് തോന്നി? ആദ്യമായിട്ടാണോ തമിഴ് സോങ് എടുക്കുന്നത്? എന്ത് തോന്നി? നന്നായിട്ട് പാടിയും തോന്നി. ധ്രുവ പാടുമ്പോ ചേച്ചി ഇവിടെ നിന്ന്
എന്തോ കുമിളകളുടെ പുറകെ ഓടാ. പ്രായം പോലെ കുട്ടികളുടെ മനസ്സാണ് എനിക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ. ഹരിചേട്ടാ, ധ്രുവ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടി മോളെ, എനിക്കിഷ്ടായി. നല്ല സിംഗിങ് ആയിരുന്നു. ലിറിക്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു പാടിയത്. ജാനകിയമ്മ പാടിയ പല പ്ലാൻസും മോളത് അതുപോലൊക്കെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ യു ആർ ഇംപ്രൂവിങ്. അതങ്ങനെ തന്നെ പോട്ടെ. ഇനിയും വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള പെർഫോമൻസസ് ആയിട്ട് വാ കേട്ടോ. ഓക്കെ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ അധികം അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഐ ലവ് യുവർ പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക, ധ്രുവ മോളെ ഓ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. വളരെ കുഞ്ഞ് മൈന്യൂട്ടായിട്ട് ഉള്ള എസ്പെഷ്യലി അനുപല്ലവിയിലും ചരണത്തിലും കുഞ്ഞ് സ്ലിപ്പുകൾ മാത്രം. ആ മോക്ക് തന്നെ മനസ്സിലായി തോന്നുന്നു അല്ലേ? അല്ലാതെ വേറെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ദൂരെ കേട്ടോ. അത് ഇങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ദൂരെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു മോള് തന്നത്. അതെന്തായാലും നെക്സ്റ്റ് ടൈം വെർസറ്റൈൽ സിംഗറായിട്ട് വേറൊരു പാട്ടും കൂടെ എടുത്തിട്ട് പോവാ കേട്ടോ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഇന്ന് ചോദ്യം പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ട്. ചോദ്യമില്ല. ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട്. ചോദ്യം ഉണ്ടാ? അമ്മേ, അത് ഞാൻ അറിഞ്ഞില്ല ഷാനിക്ക. ഞാൻ വെറുതെ അറിയാതെ ചോദിച്ചു വാങ്ങി. കിട്ടിയോ? ഇല്ല. ചോദിച്ചു. അവള് തന്നെ പറഞ്ഞ ഡയലോഗ്. ഓക്കെ, പറയാൻ വരുമായിരുന്നു. ആ ഓക്കെ. രവി ചേച്ചി, ധ്രുവക്കുട്ടി അപ്പോ വേഴ്സറ്റൈൽ സിംഗർ ഓഫ് സൂപ്പർ സ്റ്റാർ ആണോ? അതെനിക്കറിയില്ല. അങ്ങനെയൊന്നും ഇല്ല, തന്നാല് നല്ലതാണല്ലേ. ഓ, പക്ഷെ മോള് നല്ല ഇമ്പ്രൂവ് ചെയ്തു എന്നാ പറഞ്ഞ. എല്ലാ പെർഫോമൻസും കാണാൻ പറ്റിയിട്ടില്ല ചേച്ചിക്ക്. പക്ഷെ ഹരിയൊക്കെ പറഞ്ഞ പോലെ മോള് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഓരോ പെർഫോമൻസ് ചെയ്യുമ്പോൾ ധ്രുവക്കുട്ടി ഇന്ന് നല്ല ഇമ്പ്രൂവ് ചെയ്ത് പാടിയല്ലോ എന്ന് പറയുന്നില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. ബാക്കി നമുക്ക് സൂപ്പർ സ്റ്റാർ പട്ടം കിട്ടുന്നു, അതൊക്കെ ലേറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതാണ് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. ഓക്കെ. എനിക്ക് മോള് പാടിയതിൽ ഇങ്ങനെ ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തെറ്റുകളൊന്നും തോന്നിയില്ല. പക്ഷെ നല്ലൊരു ഫീൽ ഉണ്ട്. ഈ രാജ സാറിന്റെ പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ലിറിക്സ്, അതിന്റെ മ്യൂസിക്കൽ ടെക്നിക്കൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു 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 ഓളം ഉണ്ടല്ലോ, അത് മോൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു മാം. യാ, താങ്ക് യു ചേച്ചി. അപ്പൊ ധ്രുവ, മാർക്സ് ചോദിക്കാം. ഓക്കെ. ഹരിചേട്ടാ, ഇന്നത്തെ പെർഫോമൻസിന് യു ആർ ഗെറ്റിംഗ് 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക, 8.5. 8.5. താങ്ക് യു സർ. രമി ചേച്ചി, ഓ 9. താങ്ക് യു മാം. ഓക്കെ. 26 മാർക്സ് ആണ് ധ്രുവമോക്ക് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്നാ പിന്നെ ചോദ്യം. ഇത് ബുദ്ധി വേണം. ഇത് കുസൃതി അല്ല കേട്ടോ. ചിന്തിക്കണ്ട. കുസൃതിയല്ല. സത്യമല്ല, അതാണ് ബുദ്ധിമുട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആ, ഇവിടെ ലാലങ്കളില്ലേ, ആക്ടർ ആ. മോഹൻലാൽ അങ്കിള് ടെ കൂടെ ഭാര്യയായിട്ടും നടിയായിട്ടും അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് ആരാ? ഭാര്യയായിട്ടും നടിയായിട്ടോ? ആ, രണ്ടുമൊന്നല്ലേ? അല്ല, ഭാര്യയായിട്ടും അമ്മ അമ്മയാണോ? ആ, അമ്മ. അമ്മ. സോറി. സുകുമാരിയാണോ? ഭാര്യയായിട്ടും അമ്മയായിട്ടോ? അമ്മയായിട്ടും. ആ, വസുന്ധര. No. അറിയാതെ. ഒരു ക്ലൂ തരാവോ? രേവതി. ഓ, മറ്റേ രാവണപ്രഭു. രാവണപ്രഭു. യെസ്. അപ്പൊ ഇത് എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ? പിന്നെ ടാസ്ക് വേണ്ടേ? അത് വേണ്ട വേണ്ട. പറഞ്ഞല്ലോ, പിന്നെ ടാസ്ക് ഇല്ല. ഉത്തരം പറഞ്ഞാലും ഉത്തരം പറഞ്ഞില്ലെങ്കിലും ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും ടാസ്ക് ഉണ്ടെന്ന് ഷാനിക്ക. അതെന്ത് പരിപാടിയാണ്? പറ. ടാസ്ക് എന്താന്ന് അത് കേക്കട്ടെ. ടാസ്ക് എന്താന്ന് കേക്കട്ടെ. ഇപ്പൊ ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ടാസ്ക് അപ്പൊ ചെയ്യണോ വേണ്ടോന്ന് നമ്മൾ ഞങ്ങൾ തീരുമാനിക്കും. നരസിംഹ മൂവില്ലേ, അല്ലെ ലാസ്റ്റ് മമ്മൂക്ക ഒരു ഡയലോഗ് പറയില്ല, റിമൈൻഡ് യു സംതിങ്, അത് ഫുള്ള് പറയണം. ഞാൻ പറഞ്ഞേൽപ്പിക്കാം. അവൾക്കത് അറിയാം. ഞാൻ അതായിരുന്നു പറയാൻ വന്നത്. ഞാൻ കേട്ടത് അവള് പറയുന്നത്. അതിവിടെ ഒരു 2 കിലോമീറ്റർ നീളമുള്ള ഒരു ഇംഗ്ലീഷ് ഡയലോഗ്. അതെ അതെ അതെ. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷെ ഞാൻ സ്പീഡിൽ പറയുന്നുള്ളൂ. ആദ്യം നീ അത് ആക്ട് ചെയ്ത് ആദ്യം കാണിക്കും ഒറ്റ സ്ട്രെച്ചില്. Shall I remind you something? It's quite unbecoming an officer.
I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and servant of the society, but instead, you behave like a barking mad dog to wreak vengeance against a family enemy. A law-bearing citizen to an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all. Well, Harshana. നിങ്ങ ഷാനിക്കൊക്കെ എന്താ പറയണ്ട. Shall I remind you something, Chandraman? Just remember that. Just remember that. ഷാനിക്ക നമുക്ക് ഇത്ര സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല. നമുക്ക് ആകെ അറിയാവുന്ന സംബടി എവരിബഡി നോബഡി കബഡി നത്തിങ് ഡൂയിങ് ദ ഗോദ്രേജ് വാഷിംഗ് മെഷീൻ. Yes. We want clothes. Yeah, we want We want clothes, we want clothes, stone clothes, we fix all clothes. അപ്പൊ തുണി ഞങ്ങൾക്കൊന്നും ഇത് ഇച്ചിരി പാടാ പറയാനായിട്ട്. എന്തായാലും സമ്മതിച്ചല്ലേ ധ്രുവേനെ. അടിപൊളി. വേഗം തിരിച്ചു വരുന്നു, അടുത്ത ആൾ വരട്ടെ. Okay, bye. സൂപ്പർടാ. ഓക്കെ. Okay. അപ്പൊ അടുത്ത പെർഫോമൻസിലേക്ക് പോയാലോ? തീർച്ചയായും. പോണേന് മുന്നേ ഷാനിക്ക, ഓ. എന്നോട് ഇണക്കമാണോ പിണക്കമാണോ ഷാനിക്കയ്ക്ക്? എനിക്ക് നിന്നോട് ഇണക്കം. ഇണക്കമാണ്. ഹരിച്ചേട്ടനോ? മനസ്സിലായി, അടുത്ത പാട്ടിനുള്ള ഇൻട്രോ അല്ലേ? നീ എന്തിനോ വരുന്നത്? അത് ശരി, ഇണ്ടായിരുന്നു. അപ്പൊ അനന്തഭദ്രം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് ഇണക്കവും പിണക്കവും അല്ല, അറപ്പും വെറുപ്പുമാണ്. അയ്യോ പാവം. അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഷാനിക്ക അടുത്തുനിന്ന്. അത് തന്നെ എന്റെ മഹാഭാഗ്യം. ഓക്കെ, അപ്പൊ അനന്തഭദ്രം മൂവിയിലെ ആ ഒരു പാട്ടായിട്ടാണ് നമ്മളുടെ ദേവാങ്കി നമ്മളുടെ ഗൗതമാണ് വരാൻ പോകുന്നത്. അടിപൊളി. So let's welcome ദേവാങ്കി and ഗൗതം. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ, മിടുക്കി പ്രാവിൻ നെഞ്ചിൻ വെടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞോടെ. ഗൗതു, എന്തോ ദേവാങ്കി നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആ സിനിമയൊക്കെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. കാവ്യ ചേച്ചിയും രാജുവേട്ടനും കൂടെ ഒക്കെ ചെയ്ത ആ ഒരു വിഷ്വൽസ് ഒക്കെ. നമുക്ക് എന്തായാലും ചോദിക്കാം. ഹരിച്ചേട്ടാ, ഗൗതം ആൻഡ് ദേവാങ്കി, എന്തോ സാർ? നല്ലൊരു സോങ്ങുമായിട്ടാണ് നിങ്ങൾ വന്നത്. ഒരു ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. എനിക്കൊരു വാവ് എന്നൊന്നും തോന്നിയില്ല, പക്ഷെ നിങ്ങൾ നല്ലൊരു ആക്ട് ആയിരുന്നു. നിങ്ങളുടെ കണ്ടോണ്ടിരിക്കാൻ ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. താത്ത ചെയ്ത പാട്ടാണ്, ഇതൊരു ഉഗ്രൻ പാട്ടാണ്. അപ്പം എനിക്കിതിൽ മെയിനായിട്ട് തോന്നിയത് ഇതിൻ്റെ എക്സ്പ്രഷൻസ് ഭയങ്കര വേണ്ട ഒരു സോങ് ആണ്. ഒരു രണ്ടുപേരുടെ ഒരു കോൺവെർസേഷനാണ് അല്ലേ? ആ വിഷ്വൽ നിങ്ങൾ കണ്ടാൽ അറിയാം. അപ്പോൾ അത് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും കിട്ടിയില്ല. ഗൗതം, എന്ത് പറ്റി? ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണോ മോനെ? നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഐ കോൺടാക്ട് വെക്കണം. മോൾക്ക് അതുണ്ടായിരുന്നു. യുവർ ലൈക്ക് കുറച്ചും കൂടി ഒരു പ്ലസന്റ് ആയിരുന്നു, കുറച്ചും കൂടി എല്ലാവരുമായിട്ടൊന്ന്. അപ്പോൾ ആ ഒരു സ്റ്റേജ് പ്രസൻസ് മോനും ശ്രദ്ധിക്കണം. പിന്നെ മോള് മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചില്ലേ, അവിടെയൊക്കെ കുറച്ചുകൂടി എക്സ്പ്രഷൻ ഒന്ന് പാടിക്കിയത്. മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചില്ലേ, അതൊക്കെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് മോള് പാടുന്നത്. മാനത്തെ അമ്പിളിയായി, അവിടെയൊക്കെ എക്സ്പ്രഷൻ ഇടാം. മാനത്തെ അമ്പിളിയായി അമ്പിളിയായി നീ ഉദിച്ചില്ലേ, നെക്സ്റ്റ് മാറത്തെ ചന്ദനമായി നീ തെളിഞ്ഞീലേ. അപ്പൊ ഈ ഒരു സ്മൈല്, അതിനിടയ്ക്കുള്ള ഡൈനാമിക്സ്, അതൊക്കെ കുറച്ച് മിസ്സിങ് ആയിരുന്നു. പിന്നെ തുടങ്ങിയപ്പോൾ മോളുടെ ലെവൽ കുറച്ച് കുറവായിരുന്നു. പ്രോഗ്രസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആയി വന്നു. പിന്നെ മോള് മിന്നൽ ചിലമ്പിട്ട് തുള്ളി, അതൊന്ന് പാടാം. മിന്നൽ ചിലമ്പിട്ട് തുള്ളി തുളുമ്പുന്ന തിന്നൽ തിടമ്പുകളെ, പൊന്നിലെ താലിയും മാലയും ചേലയും. ഇപ്പൊ ആ മാലയുടെ എക്സ്പ്രഷൻ കറക്റ്റായി. ആ സാധനം നേരത്തെ മിസ്സിങ് ആയിരുന്നു. സോ അതൊക്കെ നമ്മുടെ ചെവിയിൽ ഇതൊക്കെ കിടക്കുകയാണ്. ഇവർ പാടി, അവരുടെ സിംഗേഴ്സ് പാടിയിരിക്കുന്നത്. അവിടെ മോളുടെയും മിന്നൽ ചീലൻ ഒരു കുറച്ചും കൂടി ഒരു ഫൺ പരിപാടി കൊണ്ടുവന്ന രസമായിരുന്നെന്ന് എനിക്ക് തോന്നി. ബട്ട് ഓവറോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ തോന്നുന്നു ഇനി ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക,
എനിക്ക് കുറെ കൂടെ എക്സ്പ്രഷൻസ് വേണം ഈ പാട്ടിൽ. ഈ പാട്ട് വർക്ക് ആവണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവണം നിങ്ങൾ രണ്ടുപേരും. ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് പിണക്കമാണോടെ പല്ലവി ഫസ്റ്റ് ടൈമും അതിന്റെ റിപ്പീറ്റിലും രണ്ടും പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, പിച്ച് ഔട്ട്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഡൈനാമിക്സ് ഉള്ള ഒരു കോൺവെർസേഷനാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾ രണ്ടുപേരും നമ്മളൊരു കോൺവെർസേഷനാണ് ഈ പാട്ട്. ആ കോൺവെർസേഷൻ ഫീൽ ചെയ്തില്ല. ഇത് എല്ലാം ഒരേപോലെ ആയിരുന്നു ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ ജീവൻ വെക്കായിരുന്നു നിങ്ങൾക്ക് കാരണം അത്രയും കേപ്പബിൾ ആയിട്ടുള്ള രണ്ട് സിംഗേഴ്സാണ് നിങ്ങൾ. കുറച്ചുകൂടെ ജീവൻ കൊടുക്കായിരുന്നു ഈ പാട്ടിന് എന്ന് എനിക്ക് തോന്നി. കൂട്ടത്തിൽ ഒരു പടി മേലെ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി ദേവാംഗിയാണ്. കാരണം പാട്ടിന്റെ ഇടയിൽ ഞാൻ ഹരിയോട് പറഞ്ഞു, ദേവാംഗിയുടെ ശബ്ദം നല്ല ശബ്ദമാണ്. താങ്ക് യു സർ. ഒരു ഡിഫറെന്റ് വോയിസ് ആണ്. അത് കുറച്ചുകൂടെ ഒരു 22 years 23 years ഒക്കെ ആകുമ്പോഴേക്കും നല്ല റിസൾട്ട് വരും ഈ ശബ്ദം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. രേമി ചേച്ചി. ഹായ് ദേവാങ്കി, ഹായ് ഗൗതം. ഹായ് മാം. ഹായ് മാം. അതാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. പറയും ഞാൻ എന്തായാലും പറയും. പക്ഷെ എനിക്കും പറയാനുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ബിക്കോസ് ആ ടിപ്സ് നിങ്ങൾ എടുക്കുക. ഈ പാട്ട് അത്രയും നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. എത്രയാ കേട്ടേക്കണെന്ന് നമുക്ക് തന്നെ അറിയില്ല, അത്രയും പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഈ പാട്ടിലേക്ക് നിങ്ങൾ ഇന്നല്ലായിരുന്നു ഒട്ടും. അതായത് ഈ പാട്ടിന് വേണ്ട കുറേ അതിനകത്ത് ഈ കോൺവെർസേഷൻ ആണെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലും ആ ഒരു പിണക്കം മാത്രമായിരുന്നു, ഇണക്കം ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഇണങ്ങി പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി. മോളാണെങ്കിലും മോള് നല്ല രസമായിട്ട് ചില ഭാഗങ്ങളൊക്കെ പാടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇപ്പോൾ ഹരി പറഞ്ഞ പോലത്തെ കുറേ എക്സ്പ്രഷൻസ് അതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനത്തെ എക്സ്പ്രഷൻസ് കൂടുതൽ വേണ്ട ഒരു പാട്ടാണ്. മോനാണ് എനിക്കൊന്ന് ടെൻഷനായിരുന്നു, അതേ തൊണ്ടയിടറോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ടെൻഷനും. പിന്നെ ഈ പറയുന്ന ഐ കോണ്ടാക്ട് അതൊക്കെ കുറച്ചുകൂടി പ്രസൻറ്റബിൾ ആയിരുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, നല്ല പ്രോപ്സ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും നിങ്ങൾ ആ പാട്ടിൽ കോൺഫിഡൻ്റ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ പാട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫണ്ണായിട്ട് എടുത്ത് പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രയും ഒരു സീരിയസ് ഞാനിപ്പോൾ ഇവിടെ സംഗതി ഇടണം അങ്ങനെ പാടുണ്ടായിരുന്നു. ചില സംഗതികൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലസൻ്റ് ആയിട്ട് നിന്നാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ ചില പാട്ടുകൾ നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഗൗതമിന്റെ മാർക്ക് അറിയാം. രമി ചേച്ചി. നമുക്കൊരു 8 മാർക്സ് കൊടുക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഗൗതം നെക്സ്റ്റ് ടൈം നന്നായിട്ട് വന്ന് പാടണം കേട്ടോ മോനെ. 8. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. 8. 24 മാർക്സ് ആണ് ഗൗതമിന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ദേവാങ്കിയുടെ മാർക്ക് അറിയാം. ചേച്ചി. ദേവാങ്കിയുടെ സ്പെഷ്യൽ മൂവ്സിനും ആ ഒരു കോൺഫിഡൻസിനും എല്ലാത്തിനും ചേർത്ത് 8.5. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. 8.5. താങ്ക് യു സർ. 25.5 മാർക്സ് ആണ് ദേവാങ്കി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്ക്. ഓക്കെ, ഹരിച്ചേട്ടാ ഒരു ഫുഡിന്റെ പേര് പറ. ഏതെങ്കിലും ഒരെണ്ണം വെറുതെ പറഞ്ഞോ. ചിക്കൻ ബാർബിക്യൂ. ഓക്കെ. ഷാനിക്ക അത് ചേർത്ത് വേറൊരു പേര് പറ. ചിക്കൻ ബാർബിക്യൂ വേറൊരു പേര് പറ. ചിക്കൻ ബാർബിക്യൂം പൊറോട്ടയും. ചേച്ചി ഇനി വേറെ ഒരു 3 അത് ചേർത്ത് പറയണേ. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ. ഇനി ഹരിച്ചേട്ടൻ ഒരു മെമ്മറി ഗെയിം കളിക്കാം നമുക്ക്. ചിക്കൻ ബാർബിക്യൂ. അല്ല ഇതൊക്കെ ആദ്യം പറയണ്ട, ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നൂടെ അല്ലല്ല നിക്ക്. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്. ഇല്ല കറക്റ്റ് ബുദ്ധിയില്ലാത്ത ഞാൻ സോറി. ഒന്നൂടെ പോണോ? വേണ്ട എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊന്നൂടെ പറഞ്ഞേ. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ. പറ ഇനി ഹരിച്ചേട്ടൻ പറ. പൊങ്കൽ. എല്ലാം എവിടെയോ കിടക്കുന്നു. ഒരു ഭാഗത്ത് ചിക്കൻ ബാർബിക്യൂ കിടക്കുന്നു, ഒരു ഭാഗത്ത് പൊങ്കൽ. എനിക്കിതൊക്കെ ഒരുമിച്ച് കഴിക്കാൻ ഏത്തപ്പഴവും ബീഫ് ഫ്രൈയും പോലെയായി. മറന്നു പോവോ ഷാനിക്ക? ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, പൊങ്കൽ, തൈര് സാദം. എന്താ? ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ടാസ്ക് ബാക്കി എല്ലാവരും ഉണ്ടായിരിക്കാം. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, പൊങ്കൽ, എന്താ പറഞ്ഞേ? ബീഫ് ഫ്രൈ, അവിയൽ. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, പൊങ്കൽ, ബീഫ് ഫ്രൈ,
അവിയൽ സാമ്പാർ. ഗെയിം ഓവർ. ഞാൻ പറയാം. ആ ഇതിലെ ഒരാൾ നോക്കണം. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, പൊങ്കൽ, ഇങ്ങനെ ഇതിനിടയ്ക്ക് എന്താ പറഞ്ഞു, ബീഫ് ഫ്രൈ, അവിയൽ, സാമ്പാർ, തോരൻ. ഓരെന്ന് പറഞ്ഞ ആവുകൊണ്ട് ഇല്ല ഗ്യാപ്പില്ല. മറന്നോ അതാ. ചിക്കൻ ബാർബിക്യൂ, ആ പൊറോട്ട, ആ ചില്ലി ബീഫ്, ആ ചില്ലി ചിക്കൻ, ആ പൊങ്കൽ, ആ ബീഫ് ഫ്രൈ. ആ പോയി എന്തുവാണ് ഇത്? അവിയൽ. അത് പറ്റില്ല കേട്ടാ. അവിയൽ. ഷാനിക്ക അല്ലല്ല, അല്ല എനിക്കുണ്ടായിരുന്നു അവിയൽ, ആ സാമ്പാർ, ആ അയ്യോ തോരൻ, ഇനി പറഞ്ഞോ. ആ. അല്ല സ്വന്തമായിട്ടാണോ പറഞ്ഞു? എന്തൊക്കെ ഫുഡ് അറിയാം? ചോറ്. ചോറ്. ആ ചേച്ചി. ചിക്കൻ ബാർബിക്യൂ, ആ, ആ, speedy പറ. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, പൊങ്കൽ, ബീഫ് ഫ്രൈ, അവിയൽ, സാമ്പാർ, തോരൻ, ചോറ്, കലക്കി കാളൻ. ചേച്ചിക്ക് കലക്കി രമ്യ കലക്കി. ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ഓർത്ത് വെച്ച സുഹൃത്തുക്കളെ. ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, പൊങ്കൽ, ബീഫ് ഫ്രൈ, അവിയൽ, സാമ്പാർ, തോരൻ, ചോറ്, കാളൻ. ഓലൻ. അല്ല കാളൻ, ഇത് ഞാൻ പോവാൻ ചാൻസ് ഉണ്ട്. അച്ചാർ. പറയുന്നില്ല. കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് കിട്ടും. ഓക്കെ. ആ ചിക്കൻ ബാർബിക്യൂ, ഷാനിക്കത്തോ. പൊറോട്ട, അത് പോയി. ചില്ലി ബീഫ്, ആ ചില്ലി ചിക്കൻ, ആ പൊങ്കൽ, ആ ബീഫ് ഫ്രൈ, ബാൻഡ് അവിയൽ. അങ്ങനെ ആലോചിച്ചു. അച്ഛാ ബാൻഡ് അതല്ല ബാൻഡ്. ഹെൽപ്പ് ചെയ്യരുതേട്ടാ നമ്മളെല്ലാം. അവിയൽ, അവിയൽ, ആ സാമ്പാർ, ആ തോരൻ, ആ ചോറ്, ചോറോ? ആ പോയി. തോരൻ അല്ല, ഹരിച്ചേണ ഔട്ടായി. കാളൻ അച്ചാർ. ഔട്ടായി ഹരിച്ചേണ. കാളൻ അച്ചാറല്ലേ? കാളൻ അച്ചാർ. എനിക്ക് പറ ബാക്കി, ഞാൻ പോകുന്നുണ്ട്. ഓക്കെ ഷാനിക്ക ഹരിച്ചേണ ഔട്ടായി. ഞാൻ സ്വമേധ്യ ഇല്ല ഞാനും അതെ. എനിക്ക് ഷാനിക്കട കേൾക്കണം. ആണോ? ചിക്കൻ ബാർബിക്യൂ, ആ പൊറോട്ട, ചില്ലി ബീഫ്, ആ ചില്ലി ചിക്കൻ, ആ അയ്യോ ഞാനും പൊങ്കൽ ഞാൻ ചേച്ചി രാവിലെ കഴിക്കുന്നത്. പൊങ്കൽ. നോ ഹെൽപ്പിംഗ് ടാ. പാവം പൊങ്കൽ. ഇല്ല ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ബീഫ് ഫ്രൈ, ആ അവിയൽ, ആ സാമ്പാർ, ആ തോരൻ, ആ ചോറ്. ചേച്ചി മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യല്ലേ? ചോറ്, ആ കാളൻ, ആ അച്ചാർ. ആ തോറ്റുപോയി. തോറ്റുപോയാ? ഹരിച്ചാണ് തോറ്റുപോയി. ഇനി ഷാനിക്ക. അല്ല അയ്യോ ഞാൻ പറഞ്ഞില്ലല്ലേ പണ്ടാരം. ഞാൻ തോറ്റല്ലേ ഇപ്പം? ആ, തോറ്റു. പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ആലോചിക്കുന്നത്? നീ ആലോചിച്ചിട്ടിരിക്കരുത്. ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോവാ. ഷാനിക്ക പറഞ്ഞു. അച്ചാർ കഴിഞ്ഞിട്ട് പിന്നെ പുതിയതാ അല്ലേ? ആ ആ ഓലൻ. ഓക്കെ. ആ ഇനി രമ്യ ചേച്ചി. ഈശ്വര ഞാൻ ചിക്കൻ തോറ്റു. ബാർബിക്യൂ, ആ പൊറോട്ട, ആ. ചില്ലി ബീഫ്, ആ. ചില്ലി ചിക്കൻ, ആ. പൊങ്കൽ, ആ ബീഫ് ഫ്രൈ, ആ അവിയൽ, ആ. സാമ്പാർ, ആ. തോരൻ, ആ. ചോറ്. ചോറെടുക്കട്ടെ ചേച്ചി. ആ ചോറ്. ഞാൻ പിന്നെന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ. ചോരൻ, കാളൻ, അച്ചാറ്, പിന്നെന്താ പറഞ്ഞേ? അച്ചാറ്, അയ്യോ, അത് ഞാൻ ഓലൻ, ഓലൻ. ആ ഓലൻ, ചിക്കൻ 65. നിനക്ക് ആ സദ്യയുടെ എന്തൊക്കെയൊക്കെ പറഞ്ഞുകൂടായിരുന്നേ? ഇനി സ്പീഡ് വേണേ, ആലോചിച്ചിരിക്കുവാണെങ്കിൽ ഔട്ടാണ്. അതാ ഇനി സ്പീഡ് ഇനി സ്പീഡ്. കളി കഴിയുന്നില്ല ഇത്. ഇല്ല. മതിയല്ലേ? സ്വമേധയാ ഞാൻ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇല്ല ഓക്കെ. ചിക്കൻ ബാർബിക്യൂ, ആ അല്ലല്ല പൊറോട്ട. പോയി. ഇല്ല ചിക്കൻ ബാർബിക്യൂ, പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, പൊങ്കൽ, ബീഫ് ഫ്രൈ, അവിയൽ, സാമ്പാർ, തോരൻ, ചോറ്, കാളൻ, അച്ചാർ. ഷാനിക്ക പോയി നീ out. Okay, കഴിഞ്ഞു. ഇനി ആ ആലോചിച്ചിരിക്കും. ഇനി Okay, നിങ്ങൾ തമ്മിലാണ്. ഡൈറ്റ് കോമ്പറ്റീഷൻ. ആ ഷാനിക്ക ദേ ഗ്യാപ്പില്ലാട്ടാ, സ്പീഡിൽ പറയണം. ശരി. ഗ്യാപ്പില്ല, ഞാൻ തോറ്റ പോലെ തോക്കൂ. Okay, done. ഗ്യാപ്പില്ലാട്ടാ ഷാനിക്ക, വേഗം. നീ 2x ലാ. പോയി. ചിക്കൻ ബാർബിക്യൂ, ആ പൊറോട്ട, ആ ചില്ലി ബീഫ്, ആ ചില്ലി ചിക്കൻ, ആ പൊങ്കൽ, ആ Beef fry.
തോറ്റു പോയി ബിഫ്രൈ നിങ്ങളൊക്കെ ഈ മൈക്ക് ഓൺ ആക്കിയിട്ടാണ് ഹെൽപ്പ് ചെയ്യണം മണ്ടന്മാരെ. എന്റത് പോയി പോയി അപ്പൊ രമ്യ ചേച്ചി. അല്ലല്ല രമ്യോട് പറയട്ടെ, പറയട്ടെ. അത് പറയണ്ടേ, അത് ശരിയാ. സമയത്തെയാ നമ്മൾ ചിക്കൻ ബാർബിക്യൂ. ഒരു മിനിറ്റ്. കണ്ടോ, ഇതിനേക്കാളും നന്നായിട്ട് ചിക്കൻ ബാർബിക്യൂ, ആ. പൊറോട്ട, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, പൊങ്കൽ, ചോറ്, അവിയൽ, സാമ്പാർ. തെറ്റി, പൊങ്കലഞ്ച് ബീഫ് ഫ്രൈ ആയിരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ ജയിച്ചു. അതാ അതെങ്ങനെയാ? ഞാനുള്ള അവസാനം വരുന്ന ആളെ ശരി, കൊണ്ടോട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ രമ്യ is the winner. അല്ലെങ്കിലും ഞംഞ്ഞത്തിന്റെ കാര്യം വന്ന ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. സൂപ്പർ. അടുത്ത കണ്ടസ്റ്റന്റ് വിളിക്കട്ടെ. തീർച്ചയായും നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് സോളോ പെർഫോമൻസിൽ നമ്മുടെ ആന്യക്കുട്ടിയാണ് വരാൻ പോകുന്നത്.
ആന്യ എന്തോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇടയ്ക്ക് അങ്ങോട്ട് നോക്കി അച്ഛൻ നോക്കിയപ്പോ ഒരു പ്രത്യേക ചിരി വന്നല്ലോ. അതെന്തായിരുന്നു? അത് അച്ഛൻ തമ്പ് കാണിച്ചതാ. അച്ഛൻ തമ്മിച്ചപ്പ് കാണിച്ചതാ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഷാനിക്ക, ആനിയ, എന്തോ ഓഹോ എന്ത് ഭംഗിയായിട്ടാ മോള് പാടിയത്. താങ്ക് യു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലുള്ള സസ്റ്റെയിൻസ് മാത്രം ഒന്ന് ഷാർപ്പാവുന്ന പോലെ ഒന്ന് ഫീൽ. അതർവൈസ് ഈ പാട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഫീലുള്ളൊരു പാട്ടാണ്. ഇതിൽ എന്താ പറയുക, ഓഫ് കോഴ്സ് സംഗതികളുണ്ട്. സംഗതികളൊക്കെ മോള് ഭംഗിയായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. എനിക്ക് ആ ഫീല് കിട്ടി മോളെ. ഞാൻ ഒന്നും എഴുതിയില്ല, ഞാൻ ലയിച്ചിരുന്നു പോയി. മോള് പാടുന്നതും കേട്ടും കണ്ടും അങ്ങനെ ഇരുന്നു. അതുപോലെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ചിരിയും എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ ആന്യയുടെ ഇംപ്രൂവ്മെന്റ്, ആന്യ എവറി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യു കീപ് ദിസ് അപ്പ്, ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, ഈ പാട്ടും ഈ വീട്ടിൽ നിന്നുണ്ടായതാണ്. അപ്പൊ എന്തായാലും ഹരിച്ചേട്ടൻ പറയും കേട്ടോ. അതെന്റെ അമ്മ എന്നോട് പറഞ്ഞതാ. അമ്മ എന്താ പറഞ്ഞെന്ന് അറിയാമോ? ഈ പാട്ട് നല്ലതായിട്ട് പാടിയില്ലേ ഹരിശങ്കർ സാർ എന്നെ ഓടിച്ചിട്ടടിക്കുമെന്ന്. അങ്ങനെ ഓടിച്ചിട്ടടിക്കുന്നില്ല, ഭീകരനാണല്ലോ പിള്ളേർക്ക്. ഓടിച്ചിട്ടടിക്കുന്നില്ല, മൈക്ക് എടുത്തിട്ട് അങ്ങ് എറിയും. ഭീകരനാണവൻ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. അപ്പൊ നമുക്ക് ഹരിച്ചേട്ടനോട് ചോദിക്കാം. ഹരിച്ചേട്ടാ, സൂപ്പറായിട്ട് പാടിയില്ലേ. താങ്ക് യു. പിന്നെ എന്ത് പറയാനാ ഞാൻ. അപ്പൊ മോളുടെ ആദ്യത്തെ പറയേണ്ട ഒരു കാര്യം, മോള് നന്നായിട്ട് ഈ പാട്ട് പഠിച്ചിട്ടുണ്ട്. കാലൊച്ച കേൾക്കുവാ, അങ്ങനത്തെ ഒക്കെ എക്സ്പ്രഷൻ ജാനകിയമ്മ ഇട്ടിട്ടുണ്ട്. അതൊക്കെ മോൾ അങ്ങനെ തന്നെ പാടി. പിന്നെ ഇൻ ബിറ്റ്വീനുള്ള സ്മൈൽ, ഡയലോഗ്, അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. താങ്ക് യു. ആകെ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് വേർഡ്സ് ക്ലാരിറ്റി ലാസ്റ്റ് ചരണത്തിൽ കുറച്ചും കൂടി വെച്ചാൽ, ഇങ്ങനെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളൊരു സോങ് ആണല്ലോ, അപ്പോൾ ചില സ്ഥലത്ത് വേർഡ്സ് കുറച്ച് മുങ്ങിപ്പോയിന്ന് തോന്നി. അതർ ദാൻ ദാറ്റ് എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല എനിക്കും ആ സോങ്ങിൻ്റെ ഒരു ഫീൽ കിട്ടി. സോ ഗുഡ് പെർഫോമൻസ്, വെരി നൈസ്. താങ്ക് യു. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി, ഹായ് ആന്യ. ഹായ്. അത് ഞാൻ മോളുടെ പെർഫോമൻസ് ആദ്യമായിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കേൾക്കാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇവര് പറയാണ് മോൾക്ക് മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നുള്ളത്. അത് ശരിയാ. അത് ശരിയാ. ആ, അതെന്താണ് ഈ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഈ പാട്ട് മോളുടെ പ്രായത്തിന് മേലെ നന്നായിട്ട് പാടുന്നൊക്കെ പറയില്ല. അത് ഏത് പ്രായത്തിലും ഈ പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണ്. അതെ, പക്ഷെ മോളുടെ ഈ പ്രായത്തിൽ അത്രയും തഴക്കം വന്നൊരു സിംഗർ പാടുന്നവരാണ് മോള് പാടിയത്. വാക്കുകൾ ശ്രദ്ധിച്ച്, എനിക്കൊന്നും ലിറിക്സ് ഇപ്പൊ പോലും കാണാതെ പഠിച്ചു പാടാൻ അറിയില്ല. അപ്പൊ മോളൊരിങ്ങനെ അത്ഭുതമായിട്ടാണ് ഇങ്ങനെ മുന്നേ നിക്കണത്. നല്ല സുന്ദര കുട്ടിയായിട്ട് ചിരിച്ചിങ്ങനെ നല്ല ആ പാട്ടിന് വേണ്ട പക്വതയോടുകൂടി. പിന്നെ ഞാൻ എന്ത് പറയാൻ എന്നൊക്കെ പറയുമ്പോ അയ്യോ അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. ഓക്കെ, അപ്പൊ ആന്യ, നമുക്ക് മാർക്സ് അറിയാം. നല്ല കമന്റ്സ് ഒക്കെ കേട്ടു അല്ലേ? നമുക്ക് ചോദിക്കാം. ഹരിച്ചേട്ടാ, ഇതിൽ ബെസ്റ്റ് തരാൻ പറ്റുന്ന ഒരു മാർക്കാണ് ഞാൻ തരുന്നത് 9. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, 9. താങ്ക് യു ഷാനിക്ക. രവി ചേച്ചി, ഞാൻ എന്ത് പറയാൻ, എന്താ പറയണ്ടേ? അത് മാർക്സ് പറയണം. മാർക്സ് പറയണം. മാർക്സ് പറയാം. 9.5. താങ്ക് യു. 27.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ, താങ്ക് യു. നല്ല മാർക്സ് ആണല്ലോ 2 റൗണ്ട്സിലും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.